വചനം ഭക്ഷണമായി നമ്മൾക്ക് കരുതാമെങ്കിൽ, നമ്മൾ ആ മൂല്യത്തെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ഇന്ന് പകലിൽ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാക്യം ഇപ്രകാരമാണ്: ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. പ്രിയരെ, നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഇന്ന് അന്നം കണ്ടെത്താൻ വേണ്ടി, ഒരു പിടി അന്നത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകത്തെ നമുക്ക് കാണാം. മറ്റൊരു കൂട്ടരെ ഞാൻ കണ്ടു, ആനന്ദം കണ്ടെത്തുവാൻ വേണ്ടി പല വഴികൾ തേടുന്ന ഒരു കൂട്ടർ. പ്രിയരെ, ഇത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ചില നാളുകൾക്ക് മുമ്പ് അല്പ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരു കടയിൽ കയറി അല്പ സാധനങ്ങൾ മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു യുവാവിനെ കെട്ടിയിട്ട് തല്ലി ചതച്ച കഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയും നമുക്കത് കേൾവിയായി പരിണമിച്ചപ്പോൾ ഒരു വലിയ വേദനയായി നമുക്ക് അത് തീർന്നിട്ടുണ്ട്. എന്നാൽ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും മൂല്യതയുള്ള ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല, വചനത്തെ ഭക്ഷണമാക്കി മാറ്റിയ ഒരു പ്രവാചകൻ. കണ്ണുനീരിന്റെ പ്രവാചകൻ മാത്രമായി അല്ല, മറിച്ച് വചനത്തെ ഭക്ഷണമാക്കി മാറ്റിയ ഒരു പ്രവാചകൻ. പ്രിയരെ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചു. ഒന്ന്, ആനന്ദം കണ്ടെത്താൻ വേണ്ടി പല വഴികൾ തേടുന്ന ഒരു കൂട്ടരും, മറ്റ് ഒരു പിടി അന്നത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കൂട്ടരും. ആമേൻ, സ്തോത്രം. ഈ രണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വചനത്തെ ഭക്ഷണമാക്കിയ പ്രവാചകന്റെ മൂല്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഒരു ഊർജമാണ്. പക്ഷെ യിരെമ്യാവ് അതല്ല വചനത്തെക്കുറിച്ച് പറയുന്നത്. വചനം അദ്ദേഹത്തിന് ഭക്ഷണമായി അദ്ദേഹത്തിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ മറ്റേതിനേക്കാൾ വലുത് അദ്ദേഹത്തിന് ഒരു ആനന്ദം നൽകുന്നതാണ്. മറിച്ച് അതിനപ്പുറം അദ്ദേഹം പറയുന്ന മറ്റൊരു മൂല്യം എന്ന് പറയുന്നത്, വചനം അകത്തേക്ക് കയറുമ്പോൾ എനിക്കൊരു സമീകൃത ആഹാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വചനത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് അത് മായമില്ലാത്ത പാലാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയാം, യിരെമ്യാവ് വചനം അകത്ത് ഭക്ഷണമായി കരുതിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്ത്? വചനം അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ അകത്ത മനുഷ്യന് ഒരു വലിയ പോഷണമാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, പുറ്റി നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. അങ്ങനെയെങ്കിൽ വചനം ഭക്ഷണമായി നമ്മൾക്ക് കരുതാമെങ്കിൽ, നമ്മൾ ആ മൂല്യത്തെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ അകത്ത മനുഷ്യന് വേണ്ട, ആമേൻ, ഇന്നർ മാന് വേണ്ട ഒരു ഭോഷണമാണ് വചനം. അതാണ് യിരെമ്യാവ് പറയുന്നത്, ഞാൻ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. വചനത്തിൽ ആശ്രയിക്കുന്നു, ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. അവന് നഷ്ടപ്പാടുകളുടെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ കണക്കുകൾ നിരത്തേണ്ട ആവശ്യമില്ല. മറിച്ച് അവന്റെ ഉള്ളിൽ ഊർജം പകരുന്നതൊരു വചനമാണ്. അതുകൊണ്ട് തിരുവചനം എങ്ങനെ പറയും? നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഇരുളടഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ മാർഗദീപമായി, അകത്ത മനുഷ്യന് പുഷ്ടിയായി വചനം തീരട്ടെ എന്നാണ് ഈ വചന പ്രഘോഷണത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ആഴമായി പറയുവാൻ പറ്റുന്ന മറ്റൊരു സന്ദേശം. അതുകൊണ്ട് ആമേൻ, യിരെമ്യാവ് കണ്ണുനീരിന്റെ പ്രവാചകൻ, അതിനപ്പുറം വചനം കണ്ടെത്തി ഭക്ഷിച്ച ഒരു ആത്മീക മൂല്യമുള്ള ഒരു പ്രവാചകൻ. മൂല്യച്യുതികൾ ആമേൻ ഉള്ള ഈ കാലഘട്ടത്തിൽ വചനത്തെ യാഥാർത്ഥികമായി മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ആത്മീകന്റെ ദീപശിഖയാണ് വചനമെന്ന ഉൾക്കാഴ്ചയോടെ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.